നമസ്കാരം. 6 മാസം നീണ്ട ദുബായ് എക്സ്പോയ്ക്ക് തിരശ്ശീല വീഴുകയാണ്. 192 രാജ്യങ്ങളുടേതടക്കം 200-ലധികം പവലിയനുകളാണ് ഈ ദുബായ് എക്സ്പോയിലുണ്ടായിരുന്നത്. ഈ പവലിയനുകളെല്ലാം കാണുകയെന്നത് വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. അപ്പോഴാണ് ഈ 200-ലധികം പവലിയനുകൾ 8 തവണ കണ്ട ഒരു മലയാളിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആ മലയാളിയാണ് ഇപ്പോൾ മനോരമ ന്യൂസിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. കണ്ണൂർ സ്വദേശി ഷംസീർ കീച്ചേരി. ഷംസീറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷംസീർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ 8 തവണ ഇവിടെ ഈ ഒരു 192 അല്ലെങ്കിൽ 200-ലധികം പവലിയനുകൾ ഈ വിസിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? അത് തന്നെയായിരിക്കും ആദ്യത്തെ ചോദ്യം. തീർച്ചയായിട്ടും വേൾഡ് എക്സ്പോ 2020 ഒരു വിസിറ്റർ ആവാൻ കഴിഞ്ഞതിൽ തന്നെ അതിയായ സന്തോഷമാണ്. ഇതിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞതിൽ പറഞ്ഞാൽ തീരാത്ത സന്തോഷം. 192 രാജ്യങ്ങൾ, അതുപോലെ തന്നെ കൂടാതെ ടോട്ടൽ 266 പവലിയനുകൾ ഒരു കുടക്കീഴിൽ. ഈ ഒരു ചാൻസ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ ഒരു വലിയൊരു കിട്ടലാണ്. അതറിഞ്ഞ ഉടനെ തന്നെ എല്ലാ പവലിയനുകളും സന്ദർശിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് വന്നതാണ്. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഒരു പവലിയൻ മറ്റൊരു പവലിയനേക്കാൾ അടിപൊളി എന്നുള്ള രൂപത്തിൽ തോന്നിയത്. അങ്ങനെ യാത്ര തുടങ്ങി. 192 രാജ്യങ്ങളും കവറായി. പിന്നെയാണ് മറ്റുള്ള അതർ പവലിയനുകൾ, ഒരുപാട് വളരെ അടിപൊളിയായിട്ടുള്ള പവലിയനുകൾ. അങ്ങനെ അതിനും കയറി തുടങ്ങി. ഓൾമോസ്റ്റ് എല്ലാ പവലിയനും പൂർത്തിയാക്കിയപ്പോഴാണ് വീണ്ടും പല പവലിയനുകൾ കാണണമെന്ന് ആഗ്രഹം വന്നത്. അങ്ങനെ ഇതൊരു യാത്രയാക്കി തുടർന്നു. അങ്ങനെ ഇപ്പോൾ 8ാമത്തെ യാത്രയിലാണ് ഉള്ളത്. റിയൽ ലൈഫിൽ എത്ര രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് നേരിട്ട്? ഞാൻ നേരിട്ട് 3 രാജ്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ഇന്ത്യ, അതുപോലെ തന്നെ വർക്ക് ആവശ്യമായിട്ട് പോയ ഒമാൻ, അതുപോലെ തന്നെ UAE. ഈ 3 രാജ്യങ്ങളിലാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 3 രാജ്യങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ഇഷ്ടപ്പെട്ടത്? ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയാം, എനിക്ക് ഈ ജഡ്ജിങ് വളരെ ടഫായിരുന്നു. കാരണം അത്രയും ചെറിയ പവലിയൻ മുതൽ ഏറ്റവും വലിയ പവലിയനുകൾ വരെ വ്യത്യസ്തമായുള്ള കാഴ്ചകളാണ്. കാരണം ഓൾമോസ്റ്റ് ഒരു എവറേജ് ചെറിയ പവലിയൻ, ലിത്വാനിയ പവലിയൻ, വേൾഡിലെ ഏറ്റവും ചെറിയ ബുർജ് ഖലീഫ അതിലുണ്ട്. സൗദി പവലിയൻ നല്ല അടിപൊളി പവലിയൻ, 3ഓളം ഗിന്നസ് റെക്കോർഡുള്ള പവലിയനാണ്. അതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നിപ്പോകുന്ന. ക്രൊയേഷ്യയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കാറ്, മൊണോക്കോയിൽ പോയിട്ടാകുമ്പോൾ വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ കാർ. അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ 130 കിലോഗ്രാം പ്യുവർ ഗോൾഡിൽ തീർത്ത ഏറ്റവും വലിയ നാണയം. ഈ എക്സ്പോ ഇത്രമാത്രം അട്രാക്റ്റ് ചെയ്തത് നമ്മൾ എൻട്രി ആകുമ്പോൾ തന്നെയുള്ള ഇവരുടെ കോർഡിനേഷൻ സെറ്റപ്പ് വർണ്ണിക്കാൻ പറ്റാത്തതാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ ജൂബിലി പാർക്കിനടുത്തായിട്ടുള്ള 38 പില്ലറുകളിൽ ഈ 5 വർഷം എക്സ്പോ ആക്കി മാറ്റിയ 2 ലക്ഷം തൊഴിലാളികളുടെ പേര് ജൂനിയർ സീനിയർ വ്യത്യാസമില്ലാതെ ആൽഫബറ്റിക് ഓർഡറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു 38 പില്ലറുകളുണ്ട്. ഒരുപാട് കഥകൾ പറയുന്ന സംഭവം തന്നെയാണ്, കാണേണ്ടതാണ്. ഷംസീറിൻ്റെ കയ്യിരിക്കുന്നത് ദുബായ് എക്സ്പോ പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. ഈ പാസ്പോർട്ടിനുള്ളിലാണ് ഈ രാജ്യങ്ങളുടെ എല്ലാവരുടെയും സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഇമിഗ്രേഷൻ ഓഫീസിൽ എയർപോർട്ടിൽ ചെല്ലുന്ന പോലെ തന്നെ ഇവിടെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കും, ഓരോ പവലിയൻ സന്ദർശിച്ചു എന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. ഷംസീറിൻ്റെ കയ്യിൽ നമുക്ക് കാണാം 10-ലധികം പാസ്പോർട്ടുകളുണ്ട്. വൈറ്റ് പാസ്പോർട്ടുണ്ട്, ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്. ഈ വൈറ്റ് പാസ്പോർട്ടും ഗ്രീനും മെറൂണും ഒക്കെ എങ്ങനെയാണ് കിട്ടിയതെന്ന്? എൻ്റെ തുടക്കത്തിൽ യെല്ലോ പാസ്പോർട്ടിൽ അങ്ങനെ തുടങ്ങി, ഒരു റൗണ്ട് കഴിഞ്ഞു, 2 അങ്ങനെ റൗണ്ട് കംപ്ലീറ്റ്, അങ്ങനെ 5, 6, 7 എക്സ്പോ ഒരു വൈറ്റ് പാസ്പോർട്ട് സ്പെഷ്യൽ എഡിഷനിൽ കിട്ടുന്നതെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ അത് കിട്ടി. പിന്നെ അത് ആദ്യഘട്ടത്തിൽ ഒരു പാസ്പോർട്ട് കിട്ടി. പിന്നെയാണ് 100 സ്റ്റാമ്പുകളിൽ കൂടുതൽ കൺട്രി വിസിറ്റ് ചെയ്തവർക്ക് ഉള്ള ഓരോ പാസ്പോർട്ടിനും ഓരോ വൈറ്റ് പാസ്പോർട്ട് ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പോയപ്പോഴാണ് ബാക്കിയുള്ള എൻ്റെ വിസിറ്റുള്ള 7 പാസ്പോർട്ടിനും 7 വൈറ്റ് പാസ്പോർട്ട് കിട്ടി. അങ്ങനെ 7 14 പാസ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ 8ാമത്തെ റൗണ്ടാണ്. 8 പാസ്പോർട്ടിലാണ് മുഴുവൻ രാജ്യങ്ങളുടെയും അതുപോലെ മറ്റ് പ്രധാന പവലിയനുകളുടെയും കംപ്ലീറ്റ് ഉള്ളത്. എത്യോപ്യയിൽ പോയപ്പോൾ അവിടുന്ന് തന്ന പാസ്പോർട്ടാണ് എത്യോപ്യൻ റൗണ്ടിങ്ങിൽ എത്തിയപ്പോൾ. അതുപോലെ തന്നെ ഈ ഗ്രീൻ കളർ ബംഗ്ലാദേശിൻ്റെ പാസ്പോർട്ടാണ്. ഇങ്ങനെ പല രാജ്യങ്ങളും ഒരുപാട്. അതുപോലെ തന്നെ ഞാൻ ഏകദേശം ഓൾമോസ്റ്റ് കൺട്രിയുടെയും ഫ്ലാഗ് പിന്നുകൾ കളക്ട് ചെയ്യാൻ പറ്റി. ഒന്നും ഒരു ദിർഹം പോലും കൊടുത്തു വാങ്ങിക്കാത്തതാണ്. എനിക്ക് അതാണ് ചോദിക്കേണ്ടിയിരുന്നത്. ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പവലിയനിൽ ചെല്ലുമ്പം അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന കുറേ ഗിഫ്റ്റൊക്കെ അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന്? തീർച്ചയായിട്ടും ഒരുപാട് ഗിഫ്റ്റുകൾ. പിന്നെ മാത്രമല്ല, ഓരോ രാജ്യങ്ങളും അത്രമാത്രം നമ്മുടെ സപ്പോർട്ടോടു കൂടിയാണ് സഹകരിക്കുന്നതും. വീണ്ടും ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണ് പാസ്പോർട്ടിൻ്റെ കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് നല്ല സപ്പോർട്ടിങ്ങോട് കൂടിയാണ് അതൊക്കെ. അങ്ങനെയാണ് ഈ 5, 6, 7, 8 എത്തിയത്. അല്ലെങ്കിൽ എൻ്റെ ഒരു 3 കഴിഞ്ഞ് 4 ടയർഡായിട്ട് ഏകദേശം എൻ്റെ പാക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും ഇൻസ്പിറേഷൻ, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള
ഫ്രണ്ട്സുകളുടെ, മൊത്തം ഇവിടെയുള്ള സ്റ്റാഫുകളുടെ എല്ലാവരെയും സപ്പോർട്ടുകൾ, മീഡിയ സപ്പോർട്ട്, എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു 8 ഇന്നോടുകൂടി പൂർത്തിയാവുന്നത്. ആ ഒരു ഈ ഗിഫ്റ്റിൻ്റെ കൂടെ ഞാൻ മനസ്സിലാക്കുന്ന കുറേ എക്സ്പോ ടിക്കറ്റുകളൊക്കെ കിട്ടിയിരുന്നെന്ന് തോന്നുന്നു അല്ലേ? എന്തായിരുന്നു അത്? എത്രത്തോളം ടിക്കറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്? ഏകദേശം ഓൾമോസ്റ്റ് 100-ൽ കൂടുതൽ ടിക്കറ്റ് എനിക്ക് ഡിഫറൻറ്റ് ഓരോ രാജ്യങ്ങളുടെയും നാഷണൽ ഡേ വരുമ്പോൾ ആ സന്ദർശിക്കുന്ന സമയത്ത് പല പവലിയനുകളും അവരുടെ നാഷണൽ ഡേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സുഹൃത്തുക്കളെയൊക്കെ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവർ ഓൾമോസ്റ്റ് പവലിയിൽ നിന്നും നമുക്ക് ടിക്കറ്റുകൾ കിട്ടി. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനും അതുവഴി എക്സ്പോ സന്ദർശിക്കാൻ കഴിയുകയുണ്ടായി. ഒരുപാട് ആളുകൾ ഭയങ്കര സന്തോഷം അറിയിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ഫ്ലാഗ് പിന്നുകൾ, ഓൾമോസ്റ്റ് ഫ്ലാഗുകളും എല്ലാ രാജ്യങ്ങളിലും തന്നു ഒരു ഓർമ്മക്ക്. ഇതൊക്കെ മറക്കാനാവാത്ത ഓർമ്മയാണല്ലോ, ഒരു ചാൻസും കൂടിയാണല്ലോ കിട്ടിയത്. എല്ലാവർക്കും എല്ലാ രാജ്യങ്ങളും കാണാൻ പറ്റണമെന്നില്ല, പക്ഷേ എക്സ്പോ അതിനൊരു വേദിയായിരുന്നു. 192-ലധികം രാജ്യങ്ങളുടെ സംസ്കാരവും ഭക്ഷണ രീതികളുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു. അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി. കൗതുകത്തിനപ്പുറമായിരുന്നു ആ ഒരു സന്ദർശനങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതുകാരണം ഷംസീർ, അഭിനന്ദനങ്ങൾ നമ്മോടൊപ്പം ചേർന്നതിന്. ദുബായ് എക്സ്പോ വേദിയിൽ നിന്നും ക്യാമറാമാൻ പ്രമദ് വിക്കുട്ടിക്കൊപ്പം ജോമി അലക്സാണ്ടർ, മനോരമ ന്യൂസ്.